നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ സമൂഹശാസ്ത്രത്തെക്കുറിച്ചും അതിലെ ഗവേഷണ രീതികളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യും. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സാമൂഹിക കൂട്ടായ്മകൾ, സ്ഥാപനങ്ങൾ, നിയമങ്ങൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാകും. എന്നിരുന്നാലും ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ ഉപരിയായി ആ അറിവ് എങ്ങനെ നേടിയെടുത്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും. രീതിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ. സമൂഹശാസ്ത്രജ്ഞർക്ക് പല രീതിയിലുള്ള ഗവേഷണ വെല്ലുവിളികൾ നേരിടേണ്ടിവരാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്: വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ കാര്യങ്ങളെ സമീപിക്കുന്നതാണ് വസ്തുനിഷ്ഠത. എന്നാൽ വ്യക്തിപരമായ മൂല്യങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിക്കുന്നതാണ് ആത്മനിഷ്ഠത. എല്ലാ ശാസ്ത്രങ്ങളും വസ്തുനിഷ്ഠമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും സമൂഹശാസ്ത്രത്തിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ അവർ ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനാൽ അവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും മുൻവിധികളും പഠനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സ്വയം പ്രതിഫലനം. ഈ പ്രശ്നത്തെ മറികടക്കാൻ ഗവേഷകൻ തന്റെ സ്വന്തം ആശയങ്ങളും വികാരങ്ങളും തുടർച്ചയായി പരിശോധിക്കുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുകയും വേണം. ഈ പ്രക്രിയയെയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രായോഗിക രീതിയാണ് ഡോക്യുമെന്റേഷൻ, അഥവാ ഗവേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും രേഖപ്പെടുത്തുന്നത്. ബഹുമുഖ വീക്ഷണങ്ങൾ. ഒരേ സാമൂഹിക വിഷയത്തിന് പല വീക്ഷണകോണുകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നല്ല വില എന്നതിനെക്കുറിച്ച് ഒരു വിൽപ്പനക്കാരനും ഉപഭോക്താവിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അതുകൊണ്ട് സമൂഹശാസ്ത്രം പൂർണ്ണമായും വസ്തുനിഷ്ഠമായിരിക്കണമെന്ന പരമ്പരാഗത ധാരണ ഇന്ന് അംഗീകരിക്കപ്പെടുന്നില്ല. ഗവേഷണ രീതികൾ, മെത്തേഡ്സ് ഓഫ് റിസർച്ച്. സമൂഹശാസ്ത്രത്തിൽ ഒരു വിഷയത്തെ പഠിക്കാൻ പലതരം രീതികളുണ്ട്. ഏതെങ്കിലും ഒരു രീതിയാണ് മികച്ചത് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് പഠനവിഷയത്തിന് അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കുകയാണ് പ്രധാനം. പരിമാണാത്മകം, ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ഗുണാത്മകം, ക്വാളിറ്റേറ്റീവ്. അളക്കാനും എണ്ണിത്തിട്ടപ്പെടുത്താനും കഴിയുന്ന വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് പരിമാണാത്മകം. മനോഭാവങ്ങളും വികാരങ്ങളും പോലുള്ള അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഗുണാത്മകം. സൂക്ഷ്മരീതി വേഴ്സസ് സ്ഥൂലരീതി, മൈക്രോ വേഴ്സസ് മാക്രോ. ചെറിയ ചുറ്റുപാടുകളിൽ കുറച്ച് ആളുകൾക്കിടയിൽ നടത്തുന്ന പഠനമാണ് സൂക്ഷ്മരീതി. ഉദാഹരണത്തിന് അഭിമുഖം. നിരവധി ആളുകളെ ഉൾപ്പെടുത്തി വലിയ തോതിൽ നടത്തുന്ന ഗവേഷണമാണ് സ്ഥൂലരീതി. ഉദാഹരണത്തിന് സർവേ. പ്രാഥമികം വേഴ്സസ് ദ്വിതീയം, പ്രൈമറി വേഴ്സസ് സെക്കൻഡറി. അഭിമുഖങ്ങളും സർവേകളും പുതിയതും മൗലികവുമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിനാൽ ഇവയെ പ്രാഥമിക ദത്തമെന്ന് വിളിക്കുന്നു. മുൻപ് നിലവിലുള്ള രേഖകളും ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചുള്ള പഠനമാണ് ദ്വിതീയ ദത്തം. പങ്കാളിത്ത നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. സമൂഹശാസ്ത്രത്തിലും സമൂഹ നരവംശശാസ്ത്രത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നൊരു രീതിയാണിത്. ഒരു ഗവേഷകൻ താൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൽ ദീർഘകാലം താമസിച്ച് അവരുടെ സംസ്കാരവും ജീവിതരീതിയും നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചരിത്രം. ആദ്യകാല നരവംശശാസ്ത്രജ്ഞർ ചാരുകസേര പണ്ഡിതന്മാരായിരുന്നു. അവർ യാത്രക്കാർ, മിഷനറി തുടങ്ങിയവരുടെ വിവരങ്ങളെ ആശ്രയിച്ചാണ് പഠനങ്ങൾ നടത്തിയിരുന്നത്. മലിനോവ്സ്കിയും ഫീൽഡ് വർക്കും. ബ്രോണിസ്ലോ മലിനോവ്സ്കി എന്ന നരവംശശാസ്ത്രജ്ഞനാണ് ഫീൽഡ് വർക്കിനെ ഒരു ശാസ്ത്രീയ രീതിയായി സ്ഥാപിച്ചത്. 1914 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ട്രോബ്രിയാൻ ദ്വീപുകളിൽ 1.5 വർഷത്തോളം താമസിച്ച് തദ്ദേശീയരുമായി ഇടപഴകി പഠനം നടത്തി. അവരുടെ ഭാഷ പഠിക്കുകയും ദൈനംദിന ജീവിതം വിശദമായി ഡയറികളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് തന്റെ ഫോട്ടോഗ്രാഫ്, നിരീക്ഷണക്കുറിപ്പുകൾ എന്നിവയെല്ലാം ഗവേഷണ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് ഉപയോഗപ്പെടുത്തി. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പദങ്ങളുണ്ട്. സാമൂഹിക വസ്തുതകൾ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്, സമൂഹം പഠിക്കുന്നതായിരിക്കേണ്ട ഒരു രീതി. നരവംശശാസ്ത്രം, ബ്രോണിസ്ലോ മെലിനോവ്സ്കി. പ്രകൃതിശാസ്ത്രം, ഒരു ജീവിതരീതിയും ബന്ധങ്ങളും. ആവശ്യത്തിന് ദത്തം ശേഖരിക്കുക, സൗകര്യപ്രദമായൊരു സ്ഥലം. നിരീക്ഷണക്കുറിപ്പുകൾ, ഡയറികൾ. സംസാരം, വിവരദാതാക്കൾ. ഭാഷ, ആചാരം, ജീവിതരീതി, നിയമങ്ങൾ. ഫോട്ടോഗ്രാഫ്, കാലം, മുൻവിധികൾ. ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതികളിലൂടെയും സമീപനങ്ങളിലൂടെയുമാണ് സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിക്കുന്നത്. എത്രയും വേഗം പരീക്ഷയ്ക്ക് വിജയിക്കാനാവട്ടെ.